പണ്ടത്തെ ഒരു സംഭവമാണ് ഒരു ട്രങ്ക് പെട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ സൂട്ട് കേസ് പല രീതിയിലുണ്ട് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ ട്രങ്ക് പെട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയൊരു നിധി സൂക്ഷിപ്പ് സാധനമാണ്. കാരണം ആ ട്രങ്ക് പെട്ടിയിലാണ് എല്ലാം കൊണ്ട് വെക്കുന്നത് അല്ലേ. അമ്പിയക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീട്ടില് പത്തായമുണ്ട്, ഈ നെല്ലൊക്കെ ഇട്ട് വെക്കുന്ന പത്തായം. അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഒരു പുസ്തകപ്പുഴുവായിരുന്നു. ബുക്ക് തന്നെ. അപ്പോൾ എന്തെങ്കിലും വിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോയി ഹെഡ് മാസ്റ്റർ അടുത്ത് പറയും, സാർ എനിക്ക് ആ ട്രോഫി ഒന്നും വേണ്ട, എൻ്റെ പ്രൈസ് വന്നിട്ട് നോവലായിട്ടോ കവിതാ സമാഹാരമായിട്ടോ ബുക്കായിട്ട് തന്നാൽ മതി. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് പത്തായത്തിൽ വെച്ചിട്ട് ഒരെണ്ണം എലി തിന്നു. അതെ, അത് പിന്നെ ബുക്കുകളൊക്കെ പോയാലോ എന്നൊരിത് വന്നപ്പോൾ ഒരു ട്രങ്ക് മറ്റേ മുകളിൽ ഇങ്ങനെ വരയൊക്കെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മോടിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഹൂക്ക് ഇട്ടുവാണ് അത് ഇതാണ്. അതിനകത്ത് ബുക്കുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. മെയിൻ എലിയെ പിടിച്ചിട്ടാണ്. ആ ട്രങ്ക് പെട്ടി മുഴുവൻ എനിക്ക് കിട്ടിയ ഞാൻ വിൻ ചെയ്ത ബുക്സുകൾ മാത്രമായിരുന്നു. അതും സർട്ടിഫിക്കറ്റ് ഉറപ്പാണല്ലോ. അതെ, അതിനകത്ത് വേറെ പ്രേമലേഖനങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പ്രേമലേഖനങ്ങൾ അയ്യോ ഇപ്പൊ ആലോചിക്കായിരുന്നു. അന്നൊരു ഐഡിയ തന്നിരുന്നെങ്കിൽ ഞാൻ എഴുതിയാണ്. ബുദ്ധിമതിയാണ് പിന്നല്ലാതെ. അല്ല, ശരിക്കും അങ്ങനെ വല്ലതും കിട്ടിയിട്ടുണ്ടോ പ്രേമലേഖനോ? സ്കൂളിൽ പഠിക്കുമ്പോഴോ? സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ കിട്ടുന്നത്. പഠിപ്പ് അത്ര വലിയ നല്ല സ്റ്റുഡന്റ് ഒന്നും അല്ല. ഞങ്ങളുടെ വീട്ടിലെ ബ്രെയിൻ എന്ന് പറയുന്ന മല്ലികയായിരുന്നു. ഞാനും രാധയൊക്കെ നമ്മൾ പറയില്ലേ തഥൈവ എന്ന് പറയില്ലേ, അതുപോലെ 10 ഒരു 4 മാർക്ക് കിട്ടിയാൽ വലിയ കാര്യം. മല്ലിക അങ്ങനെയല്ല. 10 എന്ന് പറഞ്ഞാൽ അവള് ചിലപ്പോ 9 ഒക്കെ വാങ്ങിക്കും. അത്ര സ്മാർട്ടാ. അപ്പൊ അന്ന് ഈ പരിപാടിയൊന്നും ഇല്ല. കാരണം ആരും ശരിയാണല്ലോ. കാരണം കാണാൻ നല്ല സുന്ദരിയായിരുന്നിരിക്കുമല്ലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക്. അല്ല അങ്ങനെയല്ല, സ്കൂളിലൊക്കെ അല്ലെങ്കിലും സുന്ദരി തന്നെയാ. ആണോ? പിന്നെ കാരണം രാവിലെ സ്കൂളിൽ പോകുന്നത് തന്നെ മറ്റേ കോൾഡ് പോൺസിന്റെ കോൾഡ് ക്രീമും കുട്ടിക്കൂറ പൗഡറും അതൊക്കെ. അത് ചെറിയ വയസ്സ് മുതലേ നോക്കാനല്ലേ. പിന്നല്ലാതെ. അതെ. അതായത് സ്കൂളിൽ പോകുമ്പോഴും നല്ലപോലെ മേക്കപ്പ് ഇട്ട് റെഡി ആയിട്ടൊക്കെ പോകുള്ളൂ. ഡെഫിനറ്റ്ലി ഒരു ആദ്യത്തെ ഒരു പ്രണയം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രണയം അമ്പിയയ്ക്ക് ഉണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോ ഇല്ല, പക്ഷേ പാരലൽ കോളേജിൽ കയറിയപ്പോ വന്നായിരുന്നു. പ്രീ ഡിഗ്രി. കാരണം ഇന്നാണല്ലോ 12 ക്ലാസ്. എങ്ങനെയാ പോകുന്നത്? അത് ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നടന്നു പോയാൽ ഒരു എന്താ പറയുന്ന ഒരു 10-15 മിനിറ്റിൽ അത്രേ ഉള്ളൂ. അപ്പൊ അവിടെയാണ് ഈ സംഭവം. അതെ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമേ തോന്നിയുള്ളൂ, പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ അറിയില്ല, ഇപ്പോഴും അറിയില്ല. എന്റെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു എന്റെ മനസ്സിൽ. അതെ. എന്തായിരുന്നു അമ്പികയുടെ അന്നത്തെ ഒരു സങ്കല്പം? നമുക്ക് ഓരോ സങ്കല്പം ഓരോ വയസ്സ് കഴിയുമ്പോൾ മാറും, അതറിയോ? അതെ. കാരണം ഒരു 17 വയസ്സാകുമ്പോ 12 വയസ്സുള്ള സങ്കല്പമല്ല, 22 ആകുമ്പോ അതിനെക്കാട്ടി മാറും. അപ്പൊ ഈ 12-14 വയസ്സിൽ ഉണ്ടായിരുന്ന ആ സങ്കല്പം അങ്ങനെയല്ല. അതായത് നല്ല ചുരുണ്ട മുടി, നല്ല നിറം, ഇങ്ങനെയൊക്കെ ഒരു ഇതുണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന മുഴുവൻ നസീർ സാറാണ്. ഈ പ്രേമം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പ്രേം നസീർ സാറാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ചെറിയ ഒരു ലുക്കോ അല്ലെങ്കിൽ ഒരു പ്രൊഫൈലിൽ നിൽക്കുമ്പോ അങ്ങനെ കാണാൻ തോന്നും. അത്ര അതൊക്കെ ഇപ്പൊ പറയുമ്പോ ഒരു സുഖമുണ്ട്. കാരണം അന്നൊക്കെ ഇതൊക്കെ ഞാൻ എന്റെ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ചട്ടം ചികിത്സ തന്നെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറയണ്ടേ? പിന്നെ കാരണം നമുക്കൊരു നെടുവീർപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അല്ല, ഈ പ്രോഗ്രാമിന് വന്നപ്പോ ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത്.